ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് കുട്ടികളെ ഞാൻ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ രാത്രി നമ്മളെങ്ങനെ ഹെയർ കെയർ ചെയ്യണമെന്ന്. നമ്മളെ മുടി രാത്രി കാലങ്ങളിൽ ഒരുപാട് വളരൂട്ടോ. പകലത്തേക്കാൾ അധികം രാത്രിക്കാണ് മുടി കൂടുതലായിട്ട് വളരുക. ഞാനിപ്പോൾ എൻ്റെ ഈ പ്രായത്തിലും എനിക്ക് മുടി വളർത്തിയെടുക്കുന്നത് രാത്രിയിലത്തെ പകലൊക്കെ നമുക്ക് പണികളും തിരക്കുകളും പ്രായത്തിൻ്റെ ചാബല്യങ്ങളും അസുഖങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാകുകൊണ്ട് നമ്മൾ മുടി രാവിലെ നേരമൊന്നും അധികം സംരക്ഷിക്കാറില്ല. എന്നാൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള മുടി പോവാതെ കിട്ടും ചെയ്യും. ഒരുപാട് വളരുന്നുണ്ട് ആൾക്കാർക്കൊക്കെ, എല്ലാവർക്കും വളരുന്നുണ്ട് മുടി. രാത്രിയാണ് മുടി വളരുക. പകല് നമ്മൾ ഈ കുളിച്ചിട്ട് ഈറമുടി അങ്ങനെ കെട്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. മുടി ഈറനിൽ തന്നെ നമ്മൾ ചീന്താതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. രാത്രി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. രാത്രി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം ഒരു കാര്യം പറയട്ടെ. എല്ലാവരും നല്ല വെള്ളം കുടിക്കുന്നില്ലേ? വേനൽക്കാലം വിചാരിച്ചിട്ട് നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചാൽ പോരാ. ദാഹിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം കുടിക്കും. അത് നമുക്ക് എപ്പോഴും ദോഷം ചെയ്യും. നമുക്ക് ദാഹം ഇല്ലാത്ത സമയത്ത് ഓരോ സിപ്പായിട്ട് നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കണം. അത് നമ്മളെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ. കാരണം നമ്മളെ ശരീരത്തിൽ കൂടെ രക്തം നല്ല ഓടണ്ടേ, എന്നാലല്ലേ മുടികളിലൊക്കെ നമുക്കൊരു കുളിർമ കിട്ടണ്ടേ മുടിക്കൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നല്ല ദാഹിക്കുമ്പോഴുള്ള വെള്ളം അല്ലാതെയും നമ്മൾ വെള്ളം ഇടയിൽ കുടിക്കണം. അപ്പം നമ്മൾ എവിടെ പോകുക വെച്ചാലും ഒരു കുപ്പി വെള്ളം കരുതാൻ മറക്കണ്ടാരും. ദാഹിക്കുമ്പോഴല്ല, ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു തരാം രാത്രി എന്തൊക്കെ ചെയ്യാന്ന്. ക്ഷീണുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് രാത്രി പറഞ്ഞു തരാട്ടെ എന്തൊക്കെ ചെയ്യാന്ന്. കണ്ടോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എണ്ണ തൊട്ട് പെരട്ടലിൽ പോട്ടെ. ആദ്യം നമ്മൾ മുടി എന്ത് ചെയ്യുമെന്നറിയോ? ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് കണ്ടോ, ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം മുടി ഒന്നിങ്ങനെ കൈകൊണ്ട് കണ്ടല്ലോ. ഇതൊക്കെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണിക്കുകയാണ്, സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ. എന്തങ്ങനെയൊക്കെ പറഞ്ഞൂടെ, പിന്നെ എന്നാൽ ശ്വാസം മുട്ടണോ അങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഒന്നും കരുതണ്ട കേട്ടോ. നമുക്കൊക്കെ ഇപ്പം ഇത്രയൊക്കെ പ്രായമായില്ലേ, കുട്ടികളല്ലല്ലോ നമ്മളെ. അപ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും പൊറുക്കണം കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്നോട്, എന്താ ഇപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടേണ്ട കാര്യമുണ്ടോ, പിന്നീട് പറഞ്ഞാൽ പോരെ, ആദ്യം കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മുടി ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ട് നല്ലോണം നമ്മളെ കൈകൊണ്ട് അത്യാവശ്യം കൈകൊണ്ട് ഇങ്ങനെ വേടെടുത്തണം ആദ്യം. കണ്ടല്ലോ, ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തോളും കേട്ടോ. കണ്ടല്ലോ, നമ്മളെ കൈകൊണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ പൊട്ടി പോരാതിരിക്കാനുള്ള ഒരു ഇത്. എൻ്റെ മൂടിന് അത്യാവശ്യം ഇതുണ്ട്. എൻ്റെ മുടി അങ്ങനെ ഞാൻ വേറെ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ട അത്യാവശ്യം ഒരു കട്ട പിടിച്ചുകൊണ്ടുള്ള മുടിയാണ്, അല്ലെങ്കിൽ തന്നെ ഒരു ചുരുളിച്ചുണ്ട് എൻ്റെ മുടിക്ക്. പിന്നെ നിങ്ങൾ ഈ വേനൽക്കാലത്തെ ഇടയ്ക്ക് മുടി ഓരോന്ന് കണ്ടോ, ഇങ്ങനത്തെ പല്ലുള്ള ചീർപ്പുകൊണ്ട് നിങ്ങൾ 2-3 പ്രാവശ്യം ചീകാൻ മറക്കണ്ട കേട്ടോ. രാത്രി അല്ലാതെ മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ചീവിക്കോളുണ്ട് കണ്ടല്ലോ. അപ്പം നമ്മളെ മുടിക്ക് രക്തോട്ടം കൂടിയിട്ടേ കുറച്ച് വളർച്ച കൂടുതൽ കിട്ടും കണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ രണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് ആദ്യം ചീവണം കണ്ടല്ലോ. ഇനി എല്ലാവർക്കും, നിങ്ങളൊക്കെ നല്ല അറിവുള്ളവരാന്ന് എനിക്ക് അറിയാം, എന്നാലും ഞാൻ ഇത് പറയുകയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് അനുസരിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും കണ്ടല്ലോ. ഇങ്ങനെ ശരിക്കാണെങ്കിൽ എന്താണ്, മോളിന്നല്ല കൂട് ആദ്യം നമ്മൾ ചെയ്യാൻ, അടിയിൽ നിന്ന് ഇങ്ങനെ കൂട് കളഞ്ഞിട്ട് മുകളിലേക്ക് ചീന്തി ഇങ്ങനെ വരണം. എന്നാൽ നമ്മളെ മുടി പൊട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതാദ്യം ചെയ്തോളൂ, ഇങ്ങനെ ഇതേപോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, രണ്ട് പുറവും നമ്മൾ അത്യാവശ്യം ഇതൊക്കെ പോയി നമ്മളുടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തോനെ എണ്ണ പുരട്ടരുത് കേട്ടോ. രാവിലെ ചൂടാക്കി നമ്മൾ അത്യാവശ്യം തേച്ച് കുളിച്ചിട്ടുണ്ടാവും ഇല്ലേ. രാത്രി നമ്മൾ 3 തുള്ളി, നിങ്ങൾ ഏത് എണ്ണ തേക്കണം വെച്ചാൽ 1, 2, 3 കണ്ടോ. ഫില്ലറോണ്ട ഇപ്പോൾ 4-5 തുള്ളി ചാടിയേ കുഴപ്പമില്ല. കയ്യിലിട്ട് നല്ല ചൂടാക്കുക കണ്ടല്ലോ. കയ്യിലിട്ട് നല്ല ചൂടാക്കി നമ്മളെ മുടിയുടെ ഓട്ടിലേ ചെറുതായിട്ടൊന്നിങ്ങനെ രാത്രി കിടക്കണതിൻ്റെ മുന്നേ നമ്മളിത് ഇങ്ങനെ ചെയ്യണം കണ്ടല്ലോ. എല്ലായിടത്തും ഇങ്ങനെ നമ്മളെ കൈ ചെല്ലണം, ഒന്ന് രക്തോട്ടം കൂടാനാണേ. അപ്പം ഇത് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. പിന്നെന്താ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്, അറിയാലോ. പ്രായം പോയി, ചെറുപ്പത്തിൽ തുടങ്ങി വെച്ചില്ല. അന്ന് നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൊന്നും അതെങ്ങനെ ചേരുമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ അറിഞ്ഞപ്പോഴേക്കും പ്രായം പോയി. അതുകൊണ്ട് തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. ഒരമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണണം എല്ലാവരും. എന്തിനാ അമ്മ എന്ന് വിളിക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കുട്ടികളോട് അമ്മ അമ്മ പറഞ്ഞിട്ട് എനിക്കത് ശീലാണ്. ചേച്ചി എന്ന് പറയാൻ നാവ് പൊന്തണില്ല, എനിക്ക് പെറ്റ അമ്മ ഇല്ല. അപ്പം അമ്മ എന്ന് പല ആവർത്തി പറയുമ്പോഴെങ്കിലും ആ ഒരു കുറവ് നികക്കും ചെയ്യലോ വിചാരിച്ചിട്ട് ആ ദുഃഖം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പലരും ചോദിക്കുന്നുണ്ട്, അമൃതാനന്ദമയി അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും കരുതരുത്. മുമ്പിൽ അങ്ങനെ വരികയാണ്. കുട്ടികളോടൊക്കെ അമ്മ പറഞ്ഞിട്ടേ എനിക്കും അമ്മ പറയാൻ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അതൊക്കെ എല്ലാവരും ക്ഷമിച്ചോളൂ.
പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ തലയോട്ടിയിലൊക്കെ അത്യാവശ്യം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എണ്ണ പുരട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മൾ നല്ല ഇങ്ങനെ കീഴ്ക്കാൻ തൂക്ക് നിൽക്കണം കണ്ട, ഇങ്ങനെ നിൽക്കണം കണ്ട. എന്നിട്ട് നമ്മളെ മുടിയുടെ അത്യാവശ്യം നമ്മളെ മുടിയിൽ എന്തെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉലർത്തണം കണ്ട. ചീർപ്പോണ്ട് വേണമെന്നില്ല, ആദ്യം നമ്മൾ കൈകൊണ്ട് പിന്നെ ചീർപ്പോണ്ട് കണ്ടല്ലോ. എനിക്ക് പ്രമേഹം കാരണം ഷുഗർ കാരണം എൻ്റെ മുടിക്ക് സംരക്ഷണം എന്ത് കൊടുത്താലും ഒരുപടി വളരുന്നില്ല. കാരണം എനിക്ക് ഷുഗർ കൂടുന്നുണ്ട്. ഇപ്പൊ വേനൽക്കാലം പ്രത്യേകിച്ചും ചൂട് കൂടിയപ്പോൾ ഷുഗർ കൂടി. അപ്പൊ എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ മുടി കൊഴിച്ചിൽ വരും. ഷുഗർ ഉള്ളവരൊക്കെ ചോദിച്ചോളൂ, എല്ലാവർക്കും ആദ്യം തന്നെ തുടങ്ങുന്ന ഒരു അസുഖം തന്നെ മുടി കൊഴിച്ചിലാണ്. ഇപ്പൊ നമ്മളിങ്ങനെ എന്താ വേടർത്തി അതിന്റെ ശേഷം നമ്മൾ നല്ലോണം ഒന്നിങ്ങനെ അടിയിൽ നിന്ന് എടുത്ത് മുടി ചീന്തി എടുക്കുകയുണ്ടല്ലോ, നമ്മളിങ്ങനെ ചീന്തി എടുക്കുക. ഇനി നമ്മളിത് എങ്ങനെ കെട്ടി വെക്കുകയെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. ഞാൻ പറയുന്നത് ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മളിതുണ്ടല്ലോ പറയുന്നു പാരമ്പര്യമാണ് മുടി എന്ന് ചില ആൾക്കാർ വിഡ്ഢിത്തരം പറയുന്നുണ്ട്. എന്ത് പാരമ്പര്യം? നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ എല്ലാ പാരമ്പര്യവും അതോടുകൂടി പോയി. ഒരു പാരമ്പര്യവും ഇല്ല മുടി കൊഴിച്ചിലിന്. ഇപ്പൊ വീട്ടിൽ അമ്മയ്ക്ക് നല്ല മുടിയുണ്ട്, അതിൽ അമ്മയ്ക്ക് 6 പെൺകുട്ടികളാണ്. അതിൽ നന്നായി കെയർ ചെയ്യണവർക്ക് ഇപ്പോഴും നല്ല മുടിയാണ്. പ്രായമൊന്നും ഒരു വിഷയമില്ലാതെ തോനെ മുടിയുള്ളവരുണ്ട്. എൻ്റെ ചേച്ചിയുടെ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ ഒരുപാട് മുടി ഉണ്ടായിന്. പക്ഷെ അവൾക്ക് ഇപ്പം അടുത്ത് വന്നേ ഉള്ളൂ അസുഖം ഷുഗർ. എനിക്ക് വന്നിട്ട് 16 വർഷമായി. അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് കേട്ടോ. എൻ്റെ കൈയൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു, കൈയൊക്കെ മെലിഞ്ഞു വന്നു, ശരീരം അങ്ങനെ പോയിട്ടില്ല, മുടി കൊഴിച്ചില്ല. അതൊക്കെ തന്നെ എൻ്റെ അസുഖം തന്നെ. അത് അങ്ങനെയാണ് എനിക്ക് ഷുഗറാന്ന് പറഞ്ഞത്. കണ്ണിന് കാഴ്ച കുറവ് കണ്ടോ, കണ്ണട വെക്കാതെ എനിക്കൊന്നും പറ്റുന്നില്ല. ഞാനതാ ലൈവിൽ വരാത്ത, എനിക്കത് വായിക്കാൻ പറ്റുമോ എന്നൊരു പേടി. എല്ലാവരും പേര് ചെറിയ അക്ഷരം ആവുമോ ഒന്നും നിശ്ചയമില്ല. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ്. വേറൊരാൾ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണില്ല. ആ ഒരു പേടിയോടാണ് കേട്ടോ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് ലൈവിൽ വന്നൂടെയെന്ന് എന്നെ കാണുന്നവരൊക്കെ ചോദിക്കണു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് പേടിച്ചിട്ട് വരാതിരിക്കുക. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. ഇംഗ്ലീഷ് അറിയാനിട്ടോ മലയാളം അറിയാനിട്ടോ അല്ല അങ്ങനെ. അപ്പം നമ്മളിതാ കണ്ടോ ഇങ്ങനെ ആയി പിന്നിലേക്ക് ഇട്ട് ചീന്തി. ഇനി മുന്നിൽ നിന്ന് വല്ല കൂടുണ്ടെങ്കിൽ ഒന്നും കൂടി ചീന്തും. ഇനി നമ്മളെങ്ങനെ കെട്ടിവെക്കുകയെന്ന് കണ്ടോളൂ കേട്ടോ. ഇനി നമ്മളെ സാധിക്കിച്ച മടങ്ങിടാൻ ഇഷ്ടമുള്ളവന് മടങ്ങിടാം. മടങ്ങിട്ടാൽ എന്താ വെച്ചാൽ നല്ലതാണ്, കട്ട പിടിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കെട്ടുവെച്ചാലും കട്ടയൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ മടങ്ങിയിട്ടിട്ടില്ല. ഞാൻ എന്നും കണ്ടോ ഇങ്ങനെ കെട്ടിയിട്ട് എളുകണ്ടല്ലോ. നമ്മളെ മുടിയെ പിടിച്ച് ഇങ്ങനെ കെട്ടന്നെ നന്നായിട്ട് നമ്മളിങ്ങനെ നല്ലോണം കെട്ടുക. ചിലവരൊക്കെ എന്തുണ്ടെന്ന് അറിയോ, ബെണ്ണ, ചിലവർ ക്ലിപ്പ് അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മളെ മുടി കണ്ടോ, ഞാൻ കുട്ടിയുടെ പഴയൊരു ബനിയെടുത്ത് വന്നിട്ട് കണ്ടോ, മുടിയിൽ നമ്മൾ ഈ ഫാൻ ഇട്ടിട്ടല്ലേ കിടക്കുക. പിന്നെ നമ്മളെ തലയണ കവർ നമ്മൾ നല്ല ശ്രദ്ധിച്ചോളൂ കേട്ടോ. കോട്ടൺ വേണ്ട. അങ്ങനെ ബനിയൻ ക്ലോത്തിന്റെ തുണി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാണ്ട് വിരിച്ചിട്ടോളൂ. കോട്ടൺ ആകുമ്പോൾ നമ്മളെ മുടി കൂടുതൽ പൊട്ടിപ്പോകുന്നുണ്ട്. ബനിയൻ ക്ലോത്ത് അതുപോലെ പോളിസ്റ്റർ തുണി ഇതൊക്കെയാണ് തലയണ കവറിന് നല്ലത്. തലയണ കവർ എന്തേ പോയിക്കോട്ടെ, നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ബനിയൻ ക്ലോത്ത് തുണി അതിൽ വിരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ കണ്ടോ. ഞാൻ കുട്ടിയുടെ പഴയ ബനിയൻ കൊണ്ട് കണ്ടല്ലോ ഇങ്ങനെ മുടി കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് മുടി കൊഴിച്ചിൽ വല്ലാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കെയർ ചെയ്തിട്ടാണ് ജീവിക്കണം കണ്ടോ. എന്നിട്ട് ഞാൻ രാത്രി എന്ത് ചെയ്യുന്നറിയാം, എന്നാൽ നമുക്ക് ഷാമ്പൂ ഇടയ്ക്കിടയ്ക്ക് ഇടണ്ടേ. ചെമ്പരത്തി ആണെങ്കിൽ എനിക്ക് ഈ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് നിങ്ങളെപ്പോലെ എന്നും താലികൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കണ്ടോ. എന്നിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് അവിടെ കുടുക്കിയിട്ട് അവിടെ വെക്കും ഞാൻ. എൻ്റെ ഇങ്ങനെ ഒന്നും കൂടി എന്താ ടൈറ്റ് ആവാണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കിടക്കില്ലല്ലോ, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുടി കെയർ ചെയ്തുകൊണ്ടേയിരുന്നുള്ളൂ ഏത് കാലത്തും. പക്ഷെ എന്താ വെച്ചാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ രാവിലെ സമയം കുളിക്കണ ആൾക്കാരാണെങ്കിൽ മുടിക്കായ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്താ വെച്ചാൽ മുടി നമ്മൾ ഉണക്കി എടുക്കണം. നമുക്ക് എപ്പോഴാണോ മുടി ഉണക്കാൻ സൗകര്യം വെച്ചാൽ ആ സമയത്ത് കുളിച്ചാൽ മതി. സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിൽ രാവിലെ കുളിക്കാതിരിക്കുക, വൈകുന്നേരത്ത് നേരത്തെ വന്നിട്ട് നമ്മൾ ഫാനിന്റെ അടിയിലിരുന്ന് കുളി കഴിഞ്ഞിട്ട് ഫാനിന്റെ അടിയിലിരുന്ന് മുടി നല്ല ഉണക്കിയിട്ട് നല്ല ചീന്തി വേടർത്തി ഉണങ്ങിയതിന്റെ ശേഷം ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ള എണ്ണ എടുത്ത് നല്ല മനസ്സിലായില്ലേ, ഓട്ടിൽ മാത്രം, ഇഴകളിലൊന്നും അപ്പൊ തേക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ മുടിയിൽ ഇങ്ങനെ കെട്ടുണ്ടായി എന്താണെന്നറിയോ, പൊട്ടിപ്പോവുക മുടി. പിന്നെ കണ്ടിട്ടില്ലേ നമ്മൾ തീരെ നമ്മൾ വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്നാൽ നമ്മളെ മുടിക്ക് അപ്പോഴാണ് മുടിയുടെ തലപ്പൊക്കെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത്. പലരും കണ്ടിട്ടില്ലേ. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, പെട്ടെന്ന് മുടി ഒരു ലേശം മുറിച്ച് കളയാൻ ശ്രദ്ധിക്കണം. മുടി വളർത്തിയെടുക്കേണ്ടവർ ആദ്യം ചെയ്യേണ്ട മുടിയുടെ തലപ്പ് ഒരു ലേശം ഒരു 1/2 ഇഞ്ച് നീളം 3 മാസം കൂടുമ്പോൾ മുറിക്കാൻ ശ്രദ്ധിച്ചോളൂ. അല്ലാതെ രണ്ടായി പിളർന്നിട്ടുണ്ടെങ്കിൽ ആ മുടി പിന്നെ വളരേ ചെയ്യണില്ല. അതുപോലെ മുടിക്കായ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൊട്ടുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ മുടി ഒപ്പാവണില്ല. എന്താ വെച്ചാൽ മുടി നമുക്ക് നല്ല ഗ്രോത്ത് അല്ലേ, ഭംഗി.
ഇറക്കോ ഒന്നും അല്ലല്ലോ, നല്ല ഗ്രോത്തുള്ള മുടിക്കല്ലേ നിങ്ങൾക്കൊക്കെ ആഗ്രഹം. നീ ഇറക്കത്തിൽ വളർത്തേണ്ടവർക്ക് കുഴപ്പമില്ല, ഗ്രോത്ത് എപ്പോഴും വേണം കേട്ടോ. അതിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നല്ല കട്ടിയോടുകൂടി മുടി വളർന്നു വരാൻ. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണം. അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ചതിന് എല്ലാവർക്കും ഒരു നമസ്കാരം ആദ്യം പറയട്ടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്താ വെച്ചാൽ ബെല്ലൈക്കനും കൂടി അമർത്തണം കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.